അയ്യേ, ഇതാണ് ബ്രസീല്. അതായത് 5 വേൾഡ് കപ്പ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, മൊറോക്കോക്കെതിരെ ജയിച്ച് കാണിക്കണം. മൊറോക്കോ വരച്ച വരയിൽ ബ്രസീലിനെ നിർത്തി. മൊറോക്കോയുടെ പെർഫോമൻസ് എന്തൊരു അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുന്ന, മൊറോക്കോ വിട്ടുകൊടുത്തതാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവർ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണണം കേട്ടോ. എനിക്ക് തോന്നിയത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രസീൽ എന്താഗ്രഹിച്ചോ അതിലേക്ക് അവസാനം വന്ന് വീണ ഒരു മൊറോക്കോയാണ് എനിക്ക് പേഴ്സണലി കാണാൻ പറ്റിയത്. ആൻഡ് സ്റ്റാറ്റ്സ് ചെക്ക് ചെയ്യുമ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമുക്കും കാണാൻ പറ്റുന്നത് കേട്ടോ. എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് സംസാരിച്ചു പോകാം. സോ വെൽക്കം ടു 80 Podcast Football Club, and this is RJ Antappan. കാർലോ ആഞ്ചലോട്ടിയുടെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വെരി എപ്പിക് കാര്യമുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ മൊറോക്കോയ്ക്കെതിരെയാണ് മത്സരം. ജയിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി തോക്കാതിരിക്കുക എന്നുള്ളതിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത് പുലികൾക്കെതിരെ തന്നെയാണ് മത്സരിക്കുന്നത്. അവിടെ ഈ ഗ്രൂപ്പിൽ എസ്പെഷ്യലി ദ മോസ്റ്റ് ടഫസ്റ്റ് ഒപ്പോണന്റിനെതിരെ ഇറങ്ങുമ്പോൾ ഒരു പോയിന്റ് എങ്കിലും നേടുക എന്നുള്ളത് തന്നെയായിരിക്കും കാർലോ ആഞ്ചലോട്ടിയുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവുക. അത് തന്നെയാണ് പുള്ളി അവിടെ കാഴ്ചവെച്ചതായിട്ട് എനിക്ക് തോന്നുന്നത്. ആൻഡ് അതിന് ഞാൻ എടുത്ത് പറയാനുള്ളൊരു റീസൺ, ഫസ്റ്റ് ഹാഫിൽ പുള്ളി തന്നെ പറയുന്നുണ്ട്, ഫസ്റ്റ് ഹാഫിൽ ബ്രസീലിൻ്റെ പെർഫോമൻസ് അത്ര പോരായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ പുള്ളി കൊണ്ടുവന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ, മൊറോക്കോ അവസാനം ബ്രസീൽ എവിടെ കളി അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചോ അവിടെ തന്നെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്തോ മൊറോക്കോയെ കുറ്റം പറയാണ്, മോശം പറയാണ്. അല്ല, മൊറോക്കോ കിഡിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു. ഈ ഗ്രൂപ്പിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ കുറച്ച് കാലത്തെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊറോക്കോ തന്നെയാണ് ബെറ്റർ സൈഡ്. പക്ഷേ എന്നിട്ട് പോലും ബ്രസീലിനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അവിടെ വേറൊരു കോമഡി കൂടി ഉണ്ട് കേട്ടോ. ബ്രസീലിൻ്റെ ഏറ്റവും സ്റ്റാർ താരം നെയ്മർ ഇല്ലാഞ്ഞിട്ടാണ് ഈ സമനിലയിൽ ബ്രസീലിന് അവസാനിക്കാൻ സാധിച്ചത്. അതായത് മൊറോക്കോ ആണ് കുറച്ചും കൂടെ ചിന്തിക്കേണ്ടത്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ബ്രസീലിനെതിരെ കിട്ടിയിട്ട് പോലും ജയിക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളത്. അല്ലാതെ മൊറോക്കോ വരച്ച വരയിൽ നിർത്തിയ ബ്രസീലിനെ ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ആദ്യത്തെ ഗോൾ വരേക്കും ഓക്കെ, പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബ്രസീലിന് മിസ് പാസുകൾ ഉണ്ട് എന്ന് പറയുന്നവർ, അത് അവിടെയാണ് ഞാൻ അടുത്തൊരു പോയിന്റ് വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സോഫാ സ്കോറിൻ്റെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കി, ഫിഫയുടെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കി, ഗൂഗിളിൽ എടുത്ത് നോക്കി, ഇതിലെല്ലാത്തിലും ഓൾമോസ്റ്റ് തുല്യ പൊസിഷനിലാണ് ഇരു ടീമുകൾ നിൽക്കുന്നത്. ആൻഡ് പാസ് അക്യുറസിയുടെ കാര്യത്തിൽ ഒരൊറ്റ വ്യത്യാസമാണ് ഈ പറയുന്ന പോലെ മൊറോക്കോയും ബ്രസീലും തമ്മിലുള്ളത്. ഇനി ബോക്സിനുള്ളിലുള്ള പെർഫോമൻസ് ആയാലും ഫൈനൽ തേർഡിലുള്ള പെർഫോമൻസ് ആണെങ്കിലും ബ്രസീലിനാണ് കുറേ പോയിന്റ്സ് എല്ലാവരും വെച്ചിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ, ഞാനിപ്പോൾ കുറേ പേരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ അതൊന്നും മാറ്റി എഴുതാനായിട്ട് നിങ്ങൾക്ക് ഫിഫയ്ക്കും സോഫാ സ്കോറിനൊക്കെ ഒരു കത്തെഴുതി. ഞാനൊരു അർജൻറ്റീന ഫാനാണ്. ഞാനിത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇതൊരു ഗ്രൂപ്പ് സ്റ്റേജാണ്. എല്ലാ മത്സരങ്ങളും ജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് കളിക്കുന്നത്. അതായത് തോക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കണം കളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ഈ പറയുന്ന പോലെ തന്നെ ഗ്രൂപ്പ് സ്റ്റേജുകൾ അവസാനിക്കുമ്പോഴാണ്. എപ്പോഴാണ് നമുക്ക് അനാവശ്യമായിട്ട് പോയിന്റുകൾ നഷ്ടമാവുക എന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് ഒരു പോയിന്റിനും ഓരോ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. പിന്നെ മൊറോക്കോയിൽ നിന്നും എനിക്ക് എടുത്ത് പറയേണ്ട 2 കാര്യങ്ങൾ തോന്നിയത്, ഒന്നെന്ന് പറയുന്നത് ആയൂബ് ബഹൂദി എന്ന് പറയുന്ന താരത്തെക്കുറിച്ച് തന്നെയാണ്. പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു അണ്ടർ 21 എന്തോ അല്ലേ പുള്ളി, അണ്ടർ 21 അണ്ടർ 18 ആണ്, ഫ്രാൻസിന് വേണ്ടി ക്യാപ്റ്റനായിട്ട് കളിച്ചുകൊണ്ടിരുന്ന താരമാണ്. അവിടെ നിന്നാണ് നേരെ മൊറോക്കോയ്ക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നത്. പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളിയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് പുള്ളി ഇത്രയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തത് മിഡിൽ നെയ്മർ ഇല്ലാതിരുന്നത് കൊണ്ടാണ് എന്ന് പേഴ്സണലി എനിക്ക് തോന്നി കേട്ടോ. നെയ്മർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇജാതി പെർഫോമൻസ് ഒന്നും മൊറോക്കോയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ലായിരുന്നു എന്ന് പേഴ്സണലി എനിക്ക് തോന്നി. എന്നിട്ട് പോലും മൊറോക്കോ ബ്രസീലിനെ ഡോമിനേറ്റ് ചെയ്തു എന്നൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എവിടെയും തോന്നിയില്ല എന്നുള്ളതാണ്. പിന്നെ സ്റ്റാറ്റ്സും അത് തന്നെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പിന്നെ നമുക്ക് അവിടെയാണ് അടുത്തത്. ഈ കുറേ ഫാൻസ് വന്ന് മൊറോക്കോയെ വാഴ്ത്തി പാടുന്നുണ്ട്. അവർക്ക് മൊറോക്കോയുടെ കറണ്ട് ഫോമും ഈ പറയുന്ന പോലെ തന്നെ അവരെങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നും അറിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ ബ്രസീലിനേക്കാളും ഒരൊറ്റ റാങ്കിന് താഴെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് തുല്യ ശക്തികൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു മത്സരം നിങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ മെഡിക്കൽ മിറാക്കിൾ. ഒപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് തോന്നിയത് വിനീഷ്യസ് ജൂനിയറും ഗബ്രിയലുമാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഗോൾ മാത്രമല്ല, അതിലൊരു വമ്പൻ സ്റ്റേറ്റ്മെൻറ്റ് വിനീഷ്യസ് ജൂനിയറിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാനത് എൻ്റെ
ടീം അനലൈസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെസ്റ്റ് പ്ലെയർ ആവാൻ പോകുന്നത് വിനീഷ്യസ് ജൂനിയർ ആണെന്നുള്ളത്. അതെന്തായാലും ഈ മാച്ചിലെ പ്ലെയർ ഓഫ് ദ മാച്ച് കൊണ്ട് ആരെടുത്തിരിക്കുകയാണ്? വിനീഷ്യസ് ജൂനിയർ തന്നെ എടുത്തിരിക്കുകയാണ്. ആൻഡ് ആ ഗോള് ഗംഭീര ഗോളാണ്. അത് കണ്ടിട്ട് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തില്ല, ചാടിയില്ല, ഒരു 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 എന്താ പറയുക, ഒരു ഇത് വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയി ഡോക്ടറെ കാണുമെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ബ്രസീൽ ആരാധകർ ഇതിൽ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ പഴയ ബ്രസീലിനെ വിചാരിച്ചുകൊണ്ട് ഈ ബ്രസീലിനെ കാണരുത്. കാരണം ഇത് കാർലോ ആഞ്ചലോട്ടിയുടെ അണ്ടറിൽ കളിക്കുന്ന ബ്രസീലാണ്. സോ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ വ്യത്യാസങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടെ ഒരു അർജൻറ്റീന ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയാം. തോറ്റു തുടങ്ങിയ അർജൻറ്റീനയുണ്ട് 2022. എല്ലാവരും വിമർശിച്ചു, ടീം അവസാനിച്ചു എന്നൊക്കെ എഴുതി തള്ളി. പക്ഷെ അവിടെ നിന്ന് അർജൻറ്റീന എന്താണ് 2022 കാണിച്ചു വെച്ചത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് സൗദി അറേബ്യയെ പൊക്കി വാഴ്ത്തി പാടിയ ആൾക്കാരെല്ലാം സീസൺ അവസാനിച്ചപ്പോൾ സൗദി എവിടെയായിരുന്നു എന്നുള്ളതും കൂടെ ഒന്ന് ആലോചിച്ചാൽ മതി. സോ ഞാൻ സൗദിയെ വെച്ച് മൊറോക്കോയെ കമ്പയർ ചെയ്യല്ല, കണ്ടു തന്നെ അറിയാം. കാത്തിരിക്കി, വേൾഡ് കപ്പ് അവസാനിച്ചിട്ടില്ലല്ലോ, ഒരു മത്സരമല്ലേ കഴിഞ്ഞുള്ളൂ. ഒരു മത്സരം കൊണ്ട് ആർക്കും വേൾഡ് കപ്പ് കിട്ടിയ ചരിത്രമൊന്നും ഇല്ല, അത് ഫൈനലിലായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇനിയും മത്സരങ്ങളുണ്ട്. ബ്രസീൽ എവിടെയും പോയിട്ടില്ല, തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിരിച്ചു വരാനായിട്ട് അവരെവിടെയും പോയില്ല, പക്ഷെ എന്നാലും അതൊരു പഞ്ചിന് പറഞ്ഞു എന്നുള്ളൂ. എന്താണ് നിങ്ങൾക്ക് ഈ മത്സരത്തെക്കുറിച്ച് തോന്നിയെന്നുള്ളത് താഴെ കമൻറ്റ് കറോ. ചിൽ ചിൽ കുപ്പിച്ചിൽ.